ഇവരെ കാണുമ്പോൾ നർത്തകന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരെ കാണുമ്പോൾ അറിയാം ഇത് എന്താണ് ഐറ്റം. നാടോടി നൃത്തം. സിംഗിൾ ഡാൻസ്. സിംഗിൾ ഡാൻസ്. യെസ്. അതാ അങ്ങനെ കളിക്കുക, ഒറ്റയ്ക്കല്ലേ കളിക്കുക. ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സിംഗിൾ ഡാൻസ് നമ്മളിപ്പം ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് കാണാൻ പോവാണ്. അതെ, അത് ഗ്രൂപ്പ് ഡാൻസ് ആവും. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം അല്ലേ, പരിചയപ്പെടാം. പേര് ശ്രീനിധി വിനോദ്. സ്ഥലം എവിടെയാ? പത്തനംതിട്ട. ദേവസായൂജ്, തിരുവനന്തപുരം. പേര് അനന്തനുണ്ണി, ആലപ്പുഴ. അപ്പൊ 3 ജില്ലകളാണ്. നിങ്ങൾ എന്താ ഇവിടെ വന്നിട്ട് 3 പേര് ഒരുമിച്ച് കളിക്കാമെന്ന് വിചാരിച്ച എന്തുകൊണ്ടാ? ഞങ്ങളെ ഒരു കൂട്ടായ്മ, പിന്നെ സാറ് ഞങ്ങളെ നിങ്ങൾക്ക് 3 ആൾക്കും ഒരു സാറാണോ? അതെ. അത് ശരി. ഇപ്പോഴാണ് ബന്ധമുള്ള ശരിയാണ്. ആശ ചില്ലറക്കാരനല്ല. അല്ല, ഏതെങ്കിലും ജില്ലയിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്. അപ്പൊ എല്ലാ ജില്ലയിലും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എൻ്റെ പേര് സജീവ് ആർനാട്. ചേർത്തലയാണ് എൻ്റെ സ്വദേശം. ഞാനൊരു 2006 തൊട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഒരുപാട് നർത്തകരെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. റംസാൻ, മീനാക്ഷി, അതിൽ ഫിലിം സ്റ്റാർസ് ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ സംസ്ഥാന കലോത്സവം തൃശ്ശൂർ വെച്ച് നടന്നപ്പോൾ റംസാനായിരുന്നു വിന്നർ. 2018 സിംഗിൾ ഡാൻസ് ഫോക്കസ് 18. അപ്പോൾ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ടോ? ഡാൻസ് സ്കൂൾ നടക്കുന്നുണ്ട്, നാട്ടിലുണ്ട്. അല്ലാതെ അബ്രോഡ് പോയി പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ കലോത്സവത്തിനൊക്കെ ഇതൊക്കെ കൂടുതൽ ഹൗസ് ട്യൂഷനാണ്. 3 പേരെയും പഠിപ്പിച്ചു, 3 പേരും പെർഫോം ചെയ്തു. എ ഗ്രേഡും കിട്ടി. അടിപൊളി, വെരി ഗുഡ്. ഒരു നല്ല കയ്യടിയുണ്ടോ? വിവിധ ജില്ലകളിൽ നിന്ന് 3 ജില്ലകളിൽ നിന്ന് പരിശീലിപ്പിച്ച് എ ഗ്രേഡ് നേടിക്കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഗുരു. ഒരു മാഷ് ഒരു ഐറ്റം, പക്ഷെ 3 കുട്ടികൾ. പക്ഷെ അവരിപ്പോ സിംഗിൾ ഡാൻസ് ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. റെഡി? ഓക്കെ. യാഗം 2ാം ദിനം കുറവനാട്ടം കഥயை சொல்லான் കാടുമേടും ചോടை താണ്ടി അവൻ വന്നേണ്ടി. അവനാ കുറവൻ വന്നേണ്ടി. ശ്രീപരമേശ്വരനോ പ്രിയ പത്നിയല്ലോ ദക്ഷപുത്ര സതീദേവി മോഹമഞ്ജുളാംഗി. ശങ്കരനും സതിയും അനുരാഗമിഥുനങ്ങൾ പ്രണയരഥത്തിലേറി കേളി വിനോദർ. അടിപൊളി. ഒരു നല്ല കൈയടി കൊടുത്തത് കണ്ടു നിന്ന് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, തീർച്ചയായിട്ടും നല്ല രസം അല്ലേ. അപ്പം എന്തായാലും ഇവർക്കുള്ള ഒരു മൊമെന്റോ സമ്മാനിക്കാം. ടിസിവിയുടെ സ്റ്റുഡിയോയിൽ എത്തുന്നവർക്ക് സമ്മാനിക്കുകയാണ്. ഡോക്ടർ റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സമ്മാനിക്കുന്ന മൊമെന്റോ ആണ്. 3 പേർക്കും സ്നേഹോപഹാരം. ഒപ്പം നമ്മുടെ ടിസിവിയുടെ QR കോഡ് വേണമെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പം ഓൺലൈനിലെ യൂട്യൂബ് ചാനലിൽ ഈ പെർഫോമൻസ് കാണാം. അപ്പൊ നമ്മുടെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മാഷ് വളരെ സപ്പോർട്ടീവ് ആണ്. കുട്ടികൾ ഇവിടെ ഡാൻസ് ചെയ്യുമ്പോൾ മാഷ് പകുതി ഡാൻസ് ചെയ്യുന്ന പോലെ ആയിരുന്നു. അതെ, യെസ്, തീർച്ചയായിട്ടും അതാണ് എനർജി.